മുഹറത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദുൽഹജ്ജ് മാസം വിട പറയുന്ന ഈ സായം സന്ധ്യയിൽ തങ്ങൾ പറഞ്ഞ വാചകം ശ്രദ്ധിക്കണേ. ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. ഈ ലോകത്ത് പരിമിതമായ ആയുസ്സിൽ നമ്മൾ ജീവിച്ച് നമ്മൾ ഒരു നാൾ നമ്മൾ മരിക്കുകയാണ്. മരണമാകുന്ന പ്രതിഭാസം നമ്മളെ പിടികൂടുകയാണ്. പ്രശസ്തനായ സീസറോ സമർത്ഥനായ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരോ അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിലേ. സിസ്റ്റർ ബെനീജവാടി മരണം നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഒന്നാണ്. എല്ലാ നേതാക്കളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികാരത്തിന്റെ മട്ടുപ്പാവിയിരുന്നവർ ഇത് കബറാകുന്ന മണ്ണറയിലാണ്. എല്ലാവരും മരിക്കോ. ആ മരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ വിട പറഞ്ഞ് മരിച്ച് മരണത്തിന് ശേഷം മഹ്ശറയുണ്ട്. ആ മഹ്ശറയിൽ വെച്ച് വിചാരണ നടത്തുകയാണ്. ഓരോരുത്തരുടെയും അവന്റെ കർമ്മങ്ങളെ കുറിച്ച്, വിശ്വാസങ്ങളെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും വിചാരണ നടത്തുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സ്വഹാബത്തിനോട്, കൂട്ടുകാരോട് പറയുന്ന വാചകമാണ്, നിങ്ങൾ ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. വലിയ വിചാരണ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് വരാനുണ്ട്. ആ വിചാരണക്ക് മുമ്പ് നിങ്ങൾ സ്വന്തമായി നിങ്ങളെ ശരീരത്തെ ഒന്ന് വിചാരണ ചെയ്യണേ. ആ വാചകം ഈ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ ഉമ്മമാര്, സഹോദരിമാര് കേൾക്കണം. നമ്മൾ സ്വന്തം ആലോചിക്കാം. ഞാൻ എന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ എത്ര നിസ്കാരങ്ങളാണ് ഖളാ ആയി പോയത്? ആ നിസ്കാരങ്ങൾ ഞാൻ ഖളാ വിട്ടിട്ടുണ്ടോ? എത്ര നോമ്പുകളാ ഖളാ ആയി പോയത്? ആ നോമ്പുകൾ ഞാൻ ഖളാ വിട്ടിട്ടുണ്ടോ? എത്ര സക്കാത്താണ്, സദഖയാണ്, നേർച്ചയാണ് വീട്ടാനുള്ളത്, അത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടോ? എത്ര ആളുകളെയാണ് ഞാൻ വിഷമിപ്പിച്ചത്, അത് ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമ്മുടെ നന്മയിൽ അധിഷ്ഠിതമായ ചിന്തകൾ ഉണർന്നു വന്ന, തിന്മകളെ വകച്ചു വെച്ച, നന്മയുടെ പാത സജ്ജമാക്കി ആത്മീയതയുടെ ഉന്നത വിഹാരത്തിലേക്ക് എത്തിച്ച് നമ്മുടെ ആദ്യത്തെ വീടാകുന്നൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറ ലോകത്തേക്കുള്ള ആദ്യത്തെ വീട് അത് ഖബറാണല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇങ്ങനെ ഖബറിന്റെ അടുക്കൽ നിന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കുകയാണ്. ചരിത്രം പറയുന്നു, കരഞ്ഞ് കണ്ണിന്റെ ഭാഗത്ത് കണ്ണുനീരൊഴുകിയ ഒരു അടയാളം ഉണ്ടായിരുന്നു. വീട്ടിലെ കാര്യം ആലോചിച്ചിട്ടല്ല, കുടുംബത്തിന്റെ കാര്യം ആലോചിച്ചിട്ടല്ല, സ്വന്തം ശരീരത്തിന്റെ പ്രയാസങ്ങൾ ആലോചിച്ചിട്ടല്ല, ദുനിയാവിലെ പ്രതിസന്ധികൾ ആലോചിച്ചിട്ടല്ല, മറിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതേ മൂന്നാം ഖലീഫയാണ്. നബിതങ്ങൾ സ്വർഗം കൊണ്ട് അതേ വാക്തത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് ഖബർ കണ്ടപ്പോ പൊട്ടിക്കരയാ. അതേ നബിതങ്ങൾ പറഞ്ഞല്ലോ, ഖബർ ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ്. ആ വീട്ടിലെ വിജയിച്ചാൽ മാത്രമാണ് എനിക്ക് വിജയമുണ്ടാവുകയുള്ളൂ. അങ്ങനെ കരഞ്ഞ ഖബർ, പ്രിയപ്പെട്ടവരെ, ആ ഖബർ നമ്മളെ മാടി വിളിക്കുകയാണ്. ആ ഖബറിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ വിചാരങ്ങൾ നമ്മൾ മാറ്റിമറിക്കേണ്ടതുണ്ട്. പുതുവത്സരത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഇന്നലെ കുളിച്ച് ആലോചിച്ച് വൃത്തികേടുകൾ ചെയ്തത്, തിന്മകൾ ചെയ്തത്, തൗബ ചെയ്ത് മടങ്ങി പുതിയ ചിന്തകളുമായി, പുതിയ പ്ലാനിങ്ങുകളുമായി നമ്മൾ മുന്നേറണം. തങ്ങളുടെ ആ വചനം ഇന്ന്
ലോകത്ത് ഈ സമയത്ത് ഈ പുതുവത്സരത്തെ ഏറ്റെടുക്കാൻ വരവേൽക്കാൻ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉപദേശമാണ്. അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. സമയം പ്രിയപ്പെട്ടവരെ, ഈ വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി, നമ്മുടെ ആയുസ്സിൽ നിന്ന് തീർന്നുപോയി. ഇനി ഒരിക്കലും എത്ര കോടി കൊടുത്താൽ the time is will not wait for anyone. ഒരാളെയും സമയം വെയിറ്റ് ചെയ്തു നിൽക്കൂല. ആ ടൈം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. ഉമ്മമാരെ, സമയത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, ലആയാതിൻ ഉലിൽ അൽബാബ്. ഓ മുഅ്മിനീങ്ങളെ, ഓ മനുഷ്യരെ, നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ഖുർആനിൽ കാഫിരീങ്ങളെ വിളിച്ചു പറഞ്ഞില്ലേ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത. ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ആ ഒട്ടകത്തെ എങ്ങനെയാ സൃഷ്ടിച്ചത്? വൈനൽ ജിബാലി കൈഫ നുസിബത. അതേ പർവ്വതങ്ങളെ കണ്ടിട്ടില്ലേ? ആ പർവ്വതങ്ങളെ എങ്ങനെയാ സൃഷ്ടിച്ചിട്ടുള്ളത്? വൈനൽ ജിബാലി കൈഫ നുസിബത വൈനൽ അർളി കൈഫ സുദിയത. അതേ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? ആ ഭൂമിയെ എങ്ങനെയാണ് പരത്തപ്പെട്ടത്? വൈനസ് സമായി കൈഫ റുഫിയത. ആകാശങ്ങളിലേക്ക് നോക്കുന്നില്ലേ? ആകാശത്തെ എങ്ങനെയാണ് തൂണുകളില്ലാതെ നാട്ടപ്പെട്ടത്? ഇങ്ങനെ ഓരോ ആയത്തുകളും നമ്മളെ ചിന്തിപ്പിക്കാൻ, നമ്മളോട് ചിന്തിക്കാൻ ഖുർആൻ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ചിന്തയാണ്. അതുകൊണ്ട് മുത്തനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു സെക്കൻഡ് ചിന്തിക്കുന്നതാ, ഒരു സെക്കൻഡ് അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അതേ അത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ്. അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ കരുത്ത് പോലെയാണ് നമുക്ക് വിജയം നൽകുന്നത്. മനസ്സ് ക്ലിയറാണോ നമ്മൾക്ക് വിജയമാണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു നടക്കാം, നമ്മൾ നമ്മുടെ ആയുസ്സിനെ കുറിച്ച്, സമയത്തെ കുറിച്ച് ചിന്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നലെ ഒരു വലിയ സഹോദരിയാണ്, 45 വയസ്സുള്ള സഹോദരിയാണ്. അതേ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, തലയിൽ തട്ടമിട്ടിട്ട് പറയുന്നത് കേട്ടില്ലേ? ഈ സിനിമ, പുതിയ ഒരു സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട ആ സഹോദരി പറയുകയാണ്, ഇങ്ങനത്തെ സിനിമ വേണം, അതുപോലെ പഴയകാലത്തെ പോലത്തെ സിനിമയില്ല വേണ്ടത്. അങ്ങനെ സിനിമയുടെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ആ സഹോദരി സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സമയങ്ങളെ കൊല്ലുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ അകപ്പെട്ടുകൊണ്ട് നമ്മുടെ സമയങ്ങളെ നശിപ്പിച്ച് കളയാൻ പാടില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെ ഞാനൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകട്ടെ. കേവലം നമ്മുടെ ജീവിതം 60 വയസ്സാണ് ഈ ലോകത്ത്. ആ 60 വയസ്സ് നമ്മൾ ജീവിക്കുമ്പോൾ എത്ര ദിവസമാണ് ലോകത്ത് നാം ജീവിക്കുന്നത്? 21,900 ദിവസമാണ്. പഠിച്ചു വെച്ചോ നിങ്ങളെ, 21,900 ദിവസം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഉറങ്ങുന്നതോ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ട്. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്. 60 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ആ 21,900 ദിവസം അതേ ഉറക്കത്തിന് മാത്രം നമ്മൾ മാറ്റിവെക്കുന്നത്. ചിന്തിക്കണേ, അതേ 20 കൊല്ലം നമ്മൾ ഉറങ്ങി തീർക്കുകയാ. ഉറക്കം മാത്രമായി 20 കൊല്ലം നമ്മുടെ ആയുസ്സിൽ നിന്ന് പോവുകയാ. ബാക്കി 40 കൊല്ലമാണുള്ളത്. ആ 40 കൊല്ലം 14,600 ദിവസമാണ്. അതിൽ കുട്ടിക്കാലം പോവുകയാണ്, പഠനം പോവുകയാണ്, വിനോദം പോവുകയാണ്. അതുപോലെ രാഷ്ട്രീയ മേഖലയിൽ, സംഘടനാ മേഖലയിൽ, അതേ ഇസ്ലാമിൽ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് 25 വർഷം ബാക്കിയുള്ളത്. 25 വർഷം നമ്മൾ നിന്ന് വെറുതെ പോവുകയാ. കുട്ടിക്കാലവും പഠനവും ഒക്കെ ആയിട്ട് 25 വർഷം നമ്മൾ ആലോചിച്ചാൽ പോകുമ്പോ ബാക്കി നമ്മുടെ കയ്യിലുള്ളത് 15 കൊല്ലമാണ്. ആ 15
5 കൊല്ലത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു, കുടുംബം നോക്കുന്നു, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ എത്ര സമയമാണ് റബ്ബിന് വേണ്ടി നമ്മൾ തിരിഞ്ഞത്, അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചത്. നമ്മളെ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അതേ 2 വലിയ മഹാന്മാർ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ്. ആ സംസാരിച്ച കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നു, നിനക്ക് എത്ര വയസ്സായി? ആള് പറയുന്നു, എനിക്ക് 75 വയസ്സായി. മറ്റാളോട് ചോദിക്കുന്നു, നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 60 വയസ്സായി. 75 വയസ്സുകാരൻ ഇങ്ങനെ പറയാണ്, അതെ, ഞാൻ 75 വയസ്സ് ജീവിച്ചപ്പോ ഒരു ദിവസം ഒരു തെറ്റ് വീതം ഞാൻ ചെയ്താൽ സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഞാൻ ഒരു തെറ്റ് ചെയ്താൽ 75 × 365 അതിൽ 15 കുറച്ചാൽ ബാക്കി പ്രിയപ്പെട്ടവരെ 60 വയസ്സ് ചെയ്ത തെറ്റുകൾ, 60 വയസ്സ് 365 വെച്ച് കുടിച്ചിട്ട് അതൊന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നു, എത്ര തെറ്റാണ്. ഒരു തെറ്റ് ഞാൻ ഒരു ഹറാം കണ്ടാൽ, ഒരു തെറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് ആയിരക്കണക്കിന് തെറ്റുകളാണ് എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അല്ലാഹുവിനോട് ഞാൻ എങ്ങനെ സമാധാനം പറയും? സാധാരണക്കാരല്ല ചിന്തിക്കുന്നത്, വലിയ മഹാന്മാരാണ്. സുബ്ഹാനല്ലാഹ്, ചരിത്രം പറയുകയാണ്, ആ 75-കാരനോട് മരിച്ചു വീഴുകയാണ്. താങ്ങാൻ പറ്റുന്നില്ല. ഈ 60 വയസ്സുകാരൻ ഞാൻ എത്ര ഒരു തെറ്റ് വെച്ച് കൂട്ടുമ്പോ എന്റെ റബ്ബൻ എനിക്ക് എങ്ങനെയാ പൊരുത്തപ്പെട്ടു തരുന്നത്? ഇങ്ങനെയാണ് മഹാന്മാരായതെങ്കിൽ അത്ര ഈമാനൊന്നും നമുക്കില്ലെങ്കിലോ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ക്ലാസ് വെറുതെ ആകരുത്. എത്ര കോരിച്ചൊരിയുന്ന മഴയാണെങ്കിലും അൽഹംദുലില്ലാഹ് മറ്റു പള്ളികളെ പോലെയല്ല നിങ്ങളെ ക്ലാസ്സിൽ വരുന്നവരിവിടെ എത്തി. അത് തന്നെ വലിയ പ്ലസ് പോയിന്റ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ഈമാന് അല്ലാഹു മാറ്റി തരട്ടെ. ഇൽമിന്റെ മജ്ലിസ് ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമ നേടണേ എന്ന് മുത്തുനബി പറയാനെന്താ കാരണം? ആ ചൈന വളരെ ക്ലേശം നിറഞ്ഞ, ചൈനയിലേക്കുള്ള യാത്ര വലിയ പ്രതിസന്ധി നിറഞ്ഞ തീച്ചൂളയിലൂടെ സഞ്ചരിക്കുന്നത് പോലെയാണ്. കഠിനമായ യാത്രയാണെന്ന് ചൈനയിലെത്താൻ. അവിടെ പോയിട്ട് പ്രയാസങ്ങൾ അനുഭവിച്ച, പ്രതിസന്ധികൾ അനുഭവിച്ച ഇൽമ നേടാൻ കഴിയുമോ? എങ്കിൽ നിങ്ങൾ അവിടെ പോയി ഇൽമ നേടണേ എന്ന് ഹബീബ് റസൂലുള്ളാഹ്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ ഇവിടെ, സഹോദരിമാർ ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇന്ന് വന്നത് വെറുതെ ആകരുത്. ഈ മജ്ലിസ് കൊണ്ട് ഉപകാരം വേണം. വെറുതെ കേട്ടിരിക്കാനുള്ള മൈൻഡാർക്കുമില്ല. പുതുവത്സരമാണ്. ഉസ്താദിന്റെ വായിൽ നിന്ന് നിർഗളിക്കുന്ന ഇൽമാകുന്ന മുത്തുമണികളെ പറക്കിയെടുക്കാനാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. അൽഹംദുലില്ലാഹ്. ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായാൽ ഞങ്ങൾ വിജയികളാവുകയാണ്. അല്ലാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് സമയം ഞാൻ എന്റെ വാക്ക് ചുരുക്കി പറയട്ടെ. നമ്മുടെ ഈ ആയുസ് വളരെ ചുരുങ്ങിയ ആയുസാണ്. അതുകൊണ്ട് സമയം കളയരുത് ഉമ്മമാരേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു ക്ലാസ് എടുത്തപ്പോ പറഞ്ഞില്ലേ, എല്ലാത്തിനും നെയ്യത്ത് വെച്ച് നമ്മൾ എല്ലാ സമയവും മുതലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്, ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകളെ വേണ്ട രൂപത്തിൽ നിങ്ങൾ വിനിയോഗിക്കണം. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമതാനി മഅ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്
ജനങ്ങളിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാകുന്നതോ രണ്ട് നിഅമത്തുകളിലാണ്. രണ്ട് നിഅമത്തുകളിൽ കൂടുതലായ ആളുകളും വഞ്ചിതരാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമതായി അസ്വിഹത്തു, നിങ്ങളുടെ ആരോഗ്യമാണ്, യുവത്വമാണ്. നിങ്ങളുടെ ആരോഗ്യമുണ്ടാവുന്നത് എപ്പോഴാ? യുവാക്കളായിരിക്കുമ്പോഴാണ്, യുവതികളായിരിക്കുമ്പോഴാണ്. ആ യുവത്വകാലത്ത് ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിക്കാൻ മടി കാണിക്കരുതാ, ഇബാദത്ത് ചെയ്യാൻ മടി കാണിക്കരുതാ. എല്ലാം റബ്ബിന് വേണ്ടി ചെയ്തു തീർക്കണം. ഹജ്ജിന് പോലും കഴിവുള്ള സമയത്ത് പോകണം, ഉംറക്ക് പോലും കഴിയുന്ന സമയത്ത് പോകണം. അവസാന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ നോക്കാതെ പിന്തിരിഞ്ഞു പോയാൽ നമ്മൾ കഷ്ടത്തിലായി പോകും. ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയത്തല്ല ചിന്തിക്കേണ്ടത്. ഇത് മുഅ്മിനീങ്ങൾ എന്ന് മാത്രമല്ല, ലോകവിശ്വാസികള് സോഷ്യൽ മീഡിയ പരതി നോക്കിയാൽ എത്ര ചെറുപ്പക്കാരാണ് പാതിരാത്രിയുടെ കൂരിരുട്ടിൽ ഇങ്ങനെ നടക്കുന്നത്. അവർക്ക് പുതുവത്സരവുമില്ല, ദീനിന്റെ ഒരു കാര്യങ്ങളുമില്ല. എത്ര ചെറുപ്പക്കാരികളാണ് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി സുബ്ഹാനല്ലാഹ്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ വന്നപ്പോ വീടിന്റെ അകത്തളങ്ങളിൽ ഒരാളും കാണാതെ, ഒരാളെയും മുഖം കാണിക്കാതെ, ഒരാൾക്ക് മുമ്പിലും പ്രദർശന രൂപത്തിൽ പുറത്തു വരാത്ത ഉമ്മമാരുടെ മക്കൾ പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ്. ഡാൻസിലൂടെ, അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസുകൾ സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് പല പുതിയ ആപ്പുകൾ ഉപയോഗിച്ച് മുഖത്തിന്റെ കോലം തന്നെ മാറ്റി, ശരീരത്തിന്റെ കോലം തന്നെ മാറ്റിയിട്ട് രംഗത്ത് വരുന്ന സമയമാണ്. ഈ സമയം യുവത്വകാലത്ത് നശിപ്പിച്ചിട്ട് വയസ്സാകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ ഓർത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആദ്യമായി നമ്മളൊരു ഇസ്ലാമിക് ആയിട്ടുള്ള ജീവിതം ഈ പുതുവത്സരത്തിൽ ചിട്ടപ്പെടുത്തണം. കൂട്ടത്തിൽ പറയട്ടെ, പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഞാനൊരു സദർസ്ഥാന കൂടി ആയതുകൊണ്ട് നമ്മുടെ മക്കൾ സ്കൂളുകളിലേക്ക് പോകുന്നവരുണ്ടാകും, കോളേജുകളിലേക്ക് പോകുന്നവരുണ്ടാകും. എവിടെ പോയാലും പ്രിയപ്പെട്ടവരെ, ഉമ്മമാരാകുന്ന നമ്മൾ, രക്ഷിതാക്കളാകുന്ന നമ്മൾ, ആ രക്ഷിതാവിന്റെ നെഞ്ചത്ത് കയറിയുള്ള നാളെ ആഖിറത്തിൽ പറയുമത്രേ. ഖുർആൻ പറഞ്ഞു, എന്റെ നിസ്കാരങ്ങൾ മുടങ്ങാൻ കാരണം എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ്. എന്തേ കാരണം? ലോകത്തൊരുപാട്, നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. ക്വാളിറ്റിയുള്ള സ്കൂളുകൾ ടൈം നോക്കിയിട്ട് നിങ്ങൾ ആ സ്കൂളിൽ ചേർത്തണം. കാരണം എന്താണ്? അതേ ഇൽമു പഠിപ്പിക്കുന്നു. വാപ്പ ആരാകണം, വാപ്പയോടെന്ത് പെരുമാറണം, ഉമ്മയോടെങ്ങനെ പെരുമാറണം, നാട്ടുകാരോടെങ്ങനെ പെരുമാറണം. നിന്റെ ജീവിതം എല്ലാത്തിനും ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയാ? മദ്രസയിൽ പഠിപ്പിക്കുന്നു. ആ സമയത്ത് 7 മണിയാവുമ്പോഴേക്ക് സ്കൂളിലേക്ക് കുട്ടികൾ പോവുകയാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ഇവിടെ ബുദ്ധിയുള്ള രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടതാണ്. എനിക്ക് എന്റെ മക്കളാ വേറെ സ്കൂളിൽ പഠിച്ചാൽ, ഏത് സ്കൂളിൽ പഠിച്ചാലാണ് നല്ല ഉഷാറാവുന്നത്? ആ ഉഷാറാവുന്ന, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിലെത്തുന്ന സ്കൂള് എന്റെ മക്കളുടെ സ്കൂൾ പഠനം. അതേ മദ്രസ മുടക്കിക്കൊണ്ടാകാൻ പാടില്ല, ഇൽമു മുടക്കിക്കൊണ്ടാകാൻ പാടില്ല. നിങ്ങൾ പരിശോധിച്ചാൽ ആ മദ്രസയിൽ കിട്ടുന്ന അറിവ് കിട്ടാതെ വരുമ്പോൾ അവന്റെ മനസ്സിൽ ഈമാൻ എന്ന് പറയുന്ന പ്രതിഭാസമുണ്ടാകില്ല. അതുകൊണ്ട് കൂട്ടത്തിൽ ഉണർത്തുകയാണ്, നമ്മൾ പ്ലാൻ ചെയ്യും ഇസ്ലാമിക്കായിട്ട് പുതുവത്സരത്തെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടാകുന്നതാണ്. അല്ലാഹു നമ്മോടൊപ്പം
അനുഗ്രഹങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരാണ്. ആ രണ്ടനുഗ്രഹങ്ങളിൽ ഒന്ന് സിഹത്തു, അത് ആരോഗ്യമാണ്. ആരോഗ്യം വെറുതെ കളയരുത്. ആരോഗ്യ സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. ഒരു ഹദീസിൽ കാണാം, നീ നന്മകൾ ചെയ്യുക, ആരോഗ്യകാലത്ത് നീ നന്മ ചെയ്യുന്നു, നിനക്ക് ചെയ്യാൻ കഴിയാത്ത വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽപ്പെട്ട ആ സമയത്ത് നീ ആഗ്രഹിക്കുകയാണ് നിസ്കരിക്കാൻ, ഹജ്ജ് ചെയ്യാനും ചെയ്യാൻ ആരോഗ്യമുള്ളപ്പോൾ നീ അത് ചെയ്തവരാണെങ്കിൽ അവനക്ക് ചെയ്തവന്റെ കൂലി പോലാത്ത കൂലി ആഗ്രഹിച്ചവന് കിട്ടുമത്രേ. അങ്ങനെ നമ്മളാകണമല്ലോ, തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് ജനങ്ങൾ വഞ്ചിതരാകുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഴിവ് സമയമാണ്. ഒഴിവ് സമയം പ്രിയപ്പെട്ടവർ, ഇന്ന് ഷോർട്ട് വീഡിയോയുടെ കാലമാണ്, റീൽസിന്റെ കാലമാണ്. ഈ കാലത്ത് പല നിരക്കുള്ള ചിലപ്പോൾ തമാശകളാകാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള വീഡിയോസുകൾ കണ്ട് യുവതലമുറ സമയം കൊല്ലിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇടയ്ക്കൊന്ന് കാണാം, സന്തോഷിക്കാം, ഓക്കെ. പക്ഷേ ഇത് തന്നെയാണ് ജീവിതമെങ്കിൽ ചില ആളുകൾ 12 മണിയായാലും 1 മണിയായാലും ഉറങ്ങാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം കാത്തിരക്ഷിക്കട്ടെ. മൊബൈലൊക്കെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. മൊബൈൽ ഉപയോഗിക്കുന്ന RCC നമ്മൾ പോയാൽ മൊബൈൽ നോക്കിയിട്ട് കണ്ണിന് ക്യാൻസർ ബാധിച്ച ആളുകൾ എത്രയാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ മൊബൈൽ സംവിധാനം നമ്മുടെ മക്കളുടേതാണെങ്കിലും നമ്മുടേതാണെങ്കിലും ഒരു ചിട്ടപ്പെടുത്തലുകൾക്ക് നമ്മൾ വിധേയരാകണം. ടൈം നിശ്ചയിച്ച് കാണുന്നതിനും കേൾക്കുന്നതിനൊക്കെ ടൈം നിശ്ചയിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ അത് നിർവഹിക്കുന്നതിലും അത് പൂർത്തീകരിക്കുന്നതിലും നമുക്ക് കോട്ടങ്ങൾ വരാത്ത രൂപത്തിൽ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കണം. മൊബൈൽ എനിക്ക് തോന്നണം ഈ ആക്രമണമാരുടെ നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ഫിത്തിന അത് മൊബൈലാണ് തോന്നുന്നതെങ്കിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാനടക്കം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നല്ല ചിന്തകൾ നമുക്ക് പിറക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒഴിവ് സമയം പറയുന്ന ഒഴിവ് സമയം നിങ്ങൾ വെറുതെ ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് നന്മ വേണമെങ്കിൽ ചെയ്യാൻ, ജീവിതം അത് നന്മയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അവസാനത്തിന് കൈകടിച്ചിട്ട് കാര്യമില്ല. സ്വശരീരത്തിനോട് അക്രമം കാണിച്ചവർ അവർ അവസാന സമയത്ത് ആഖിറത്തിൽ കൈകടിക്കുമെന്ന് ഖുർആൻ പറഞ്ഞതാ. അതുകൊണ്ട് ആ കൈകടിക്കുന്ന അവസരത്തിലേക്ക് എത്തിപ്പെടാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നബിതങ്ങളുടെ ഒരു ഹദീസ് ഞാൻ ഉണർത്തുകയാണ്. നബിതങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന യുവത്വമുണ്ടല്ലോ, നബിതങ്ങൾ പറയാണ്, നിങ്ങൾ ഗൗരവത്തോടെടുക്കേണ്ട 5 കാര്യമുണ്ട്. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ നല്ല ചിന്തയോടെ, നല്ല പ്രതീക്ഷയോടെ, നല്ല മനസ്സോടെ ഏറ്റെടുക്കണേ. ഒന്നാമത് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന വാർദ്ധക്യം, ആ വാർദ്ധക്യത്തിന് മുമ്പുള്ളതായ യുവത്വം, ആ യുവത്വ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമതിന് നിങ്ങൾ പറയുന്നു, രോഗങ്ങൾ ഓരോ മനുഷ്യനെ പിടികൂടുന്നത് എപ്പോഴാണെന്ന് അറിയൂല. വെറുതെ ഇരിക്കുന്ന ഇന്നലെ ഞാനൊരു മദ്രസയിലെ ഒരു കമ്മിറ്റിയിലുണ്ട് നാട്ടില്. ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ഒരു സഹോദരൻ, ആ സഹോദരന്റെ ഉമ്മ പ്രായം 85 വയസ്സാണ്. നിസ്കരിച്ചു ഉറങ്ങിയിട്ടൊന്ന് തൂങ്ങിയിട്ട് ആ കട്ടിൽ നിന്ന് വീണു. സുബ്ഹാനല്ലാഹ്, മിനിഞ്ഞാന്ന് ആ സഹോദരി മരണപ്പെട്ടു. കണ്ടില്ലേ, മരണം വരുന്ന വഴി കണ്ടില്ലേ? അതേ രോഗങ്ങൾ നമ്മളോടൊപ്പം അതുപോലെ ഉണ്ടാകും. കാലുവേദനയുള്ളവർ, മുട്ടുവേദനയുള്ളവർ, ശരീരവേദനയുള്ളവർ, ക്യാൻസർ ബാധിച്ചവരടക്കം ഉണ്ടാവും. തളരരുത്. എനിക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യം, ആ ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തണേ എന്ന് മുഹമ്മദ് മുസ്തഫ.
ചുരുക്കി പറയട്ടെ, മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു നബിതങ്ങൾ പറയുകയാണ്, നിനക്ക് വരുന്ന ദാരിദ്ര്യമുണ്ടല്ലോ, ആ ദാരിദ്ര്യം നിനക്ക് വരുന്നതിന് മുമ്പുള്ള സാമ്പത്തികമായ ഉന്നമനങ്ങൾ നീ ജീവിക്കുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് സ്വതക്ക കൊടുക്കേണ്ടത് കൊടുക്കണം, സകാത്ത് കൊടുക്കേണ്ടത് കൊടുക്കണം, പാവങ്ങളെ സഹായിക്കേണ്ടത് സഹായിക്കണം, നേർച്ച കൊടുത്തു വിട്ടാവുന്നത് നേർച്ച വീട്ടിൽ മുന്നേറണം. ഇങ്ങനെ നബിതങ്ങൾ പറയുകയാണ്. നാലാമത് നബിതങ്ങൾ ഗൗനിക്കേണ്ട വിഷയം പറയുന്നു. കണ്ടില്ലേ നബിതങ്ങളുടെ വാചകം, നിങ്ങൾ ചെയ്യുന്ന ജോലി അത് വീട്ടു ജോലിയാകാം, ഗവൺമെന്റ് ജോലിയാകാം, പ്രൈവറ്റ് ജോലികളാകാം, ഏത് ജോലിയാകട്ടെ, നിങ്ങളെ ജോലി ചെയ്യുന്നതിന് മുമ്പുള്ള അതേ ഒഴിവ് സമയങ്ങളുണ്ടല്ലോ, ആ ഒഴിവ് സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തലേ. ഉമ്മമാരെ, 15 വയസ്സാണ് പുരുഷന്മാർക്ക് നമ്മൾ എന്ത് പ്രായപൂർത്തി കണക്കാക്കുന്നത്? 15 വയസ്സ് പുരുഷന്മാർ. സ്ത്രീകൾക്ക് മെൻസസ് പുറപ്പെടുന്ന സമയം 9 വയസ്സ് മേലെ. ആ സമയം നമ്മൾ കണക്കാക്കും. അത് മുതൽ നമുക്ക് നിസ്കാരം നിർബന്ധമാണ്. നമ്മളൊന്ന് ചിന്തിക്കുമ്പോ ആ ദിവസം ഉദാഹരണം ഒരു 10 വയസ്സ് മുതൽ നമ്മുടെ ഈ നിൽക്കുന്ന നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ആയുസ് വയസ്സ് പരിശോധിച്ച് അതിന്റെ ഇടയിൽ നിസ്കാരങ്ങൾ ഖളായി പോയിട്ടുണ്ടോ? പുനർവിചിന്തനം നടക്കുന്നു. ആ നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിൽ അത് ഒരു പേപ്പറിൽ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് ഖളാ വീട്ടണം. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരിയുണ്ട്. പ്രിയപ്പെട്ടവര്, ഞാൻ മുമ്പ് ജോലി ചെയ്തെടുത്ത് ഇതുപോലെ നോമ്പിലൊരു പ്രസംഗം നടത്തിയപ്പോ ആ സഹോദരി എഴുതി വെച്ച് നിസ്കാരം മുഴുവനും വീട്ടിയിട്ട് എന്നെ വിളിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. അതാണ് പറഞ്ഞത്, ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്കുള്ള ജോലി സമയം, ആ ജോലി ചെയ്യുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. അവസാനമായി നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് വരാനിരിക്കുന്ന മരണം, ആ മരണത്തിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിതം, ആ ജീവിതം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ, ഗൗനിക്കണേ. മരണമാകുന്ന പ്രതിഭാസത്തിലേക്ക് നമ്മൾ ചെന്നെത്തിയിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. തെറ്റ് ചെയ്തവർ, അതുപോലെ കാഫിരീങ്ങളോ, അതേ ഖുർആൻ നമ്മളോട് വിശദീകരിക്കുകയാണ്. പറയുമത്ര, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ദുനിയാവിലേക്ക് കുറച്ച് സമയമൊന്ന് ഞങ്ങളൊന്ന് പിന്തിച്ചിട്ടാൽ ഞങ്ങളെ റൂഹ് പിടിക്കല്ല, കുറച്ച് സമയമൊന്ന് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ സ്വതക്ക കൊടുത്തോളാം, സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞാല് നന്മ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല, അവസാനത്തെ സമയത്ത് പറയാണ് കുറച്ച് ടൈമും കൂടി തന്നെ ഞങ്ങൾ ചെയ്തു തീർക്കാം. കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ കിട്ടുന്ന അവസരത്തിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം. ഞാൻ എന്റെ മനസ്സിനോട് നിങ്ങളോട് നോക്കുകയാണ്, നന്മ മാത്രമാണ് നമുക്ക് വേണ്ടത്. തിന്മയെ പാടെ നമ്മൾ തട്ടി മാറ്റണം. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഉണർത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. കാലമാണ് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസാർ. തീർച്ചയായും മനുഷ്യ സമൂഹം പരാജിതനാണ്, പരാജയത്തിലാണ്.
ലഫീ ഖുസാർ. എന്നിട്ട് നബി ഞങ്ങൾ പറഞ്ഞതാരാ വിജയിച്ചവരെന്ന് പഠിപ്പിച്ചത് ഖുർആൻ വിശദീകരിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നില്ലേ? ഇന്നൽ ഇൻസാന ലഫീ ഖുസാർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഇല്ലല്ലദീന ആമനൂ പറഞ്ഞിട്ട് നിർത്തിയില്ല. വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളൊഴികെ, വിശ്വാസികൾ എന്ന് പറഞ്ഞു നിർത്താതെ പറഞ്ഞു വഅമിലുസ് സ്വാലിഹാത്ത്. അതേ, വിശ്വസിക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയോ ചെയ്തവരൊഴികെ വതവാസൗ ബിൽ ഹഖ്, നന്മ കൊണ്ട് പരസ്പരം കൂട്ടുകാരികളോട്, നാട്ടുകാരോട്, വീട്ടുകാരോട്, ഭർത്താവിനോട്, ഉമ്മമാരോട്, പെങ്ങന്മാരോട്, കുടുംബാംഗങ്ങളോട്, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരോടാണെങ്കിലും അതേ വതവാസൗ ബിൽ ഹഖ്, നന്മ കൊണ്ട് പരസ്പരം അതേ വസിയ്യത്ത് ചെയ്യുന്നവരാണ്. വസ്ബിരി, ക്ഷമകൊണ്ട, ഏത് പ്രതിസന്ധി വന്നാലും ക്ഷമിക്കണം. അസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ, നബിതങ്ങൾ പറയുകയാണ് ക്ഷമ ഒരു ഏത് വിഷമത്തിന്റെയും തുടക്കത്തിലാണ്. ഇങ്ങനെയുള്ളവരാണ് വിജയികളെന്ന് പറയുമ്പോ അടിവരയിട്ട് മനസ്സിലാക്കണം, നന്മ മാത്രമാണ് വിജയിക്കാനുള്ള വഴി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരിന് വരാനിരിക്കുന്ന കാലം പ്രളയങ്ങളും പേമാരികളും അധികരിക്കും. വരുന്ന മഴ കണ്ടില്ലേ, കൂടുതൽ വെള്ളമുണ്ടാകും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഒരു കിതാബിൽ കാണാം, മഴ വർഷിക്കുകയും മഴ അധികമാവുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മഴ അതിലെ പഴയ കാലത്തെ മഴ പോലെ തന്നെ കുറച്ച് പെയ്താൽ മതി, വെള്ളം കൂടുതലാ. അങ്ങനെ മഴ അധികരിക്കുന്നു, എപ്പോഴും മഴ. ആ മഴ വരുന്നത് പോലെ ഭൂമിയുടെ ഗതികളൊക്കെ മാറിയുള്ള കാലം. അതേപോലെ തന്നെയാണ് നമ്മൾ വിചാരിച്ച നന്മ കൂടുമെന്നാണോ? അതേ, നമുക്കൊന്ന് മൊബൈല് നോക്കാൻ പറ്റൂല, ഹറാമാണ്. അതേ, TV കാണാൻ പറ്റൂല, ഹറാമാണ്. ചെറുപ്പക്കാരുടെ എന്തെല്ലാം കഥകളും എന്തെല്ലാം വികൃതികളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണും നബിതങ്ങൾ പറഞ്ഞു, ഇനി നന്മ കൂടുന്ന കാലമല്ല. ഓ, നമ്മുടെ ജീവിതം തിന്മയിലൂടെയാണ്. അപ്പൊ നമ്മൾ നന്മ കൊണ്ട് തിന്മയെ പകച്ചു വെക്കണം. നബിതങ്ങൾ പറയുകയാണ് ലാ യഅതിയലൈകും സമാൻ, ഇനി ഒരു കാലഘട്ടം നിങ്ങളെ വരാനില്ല. ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിനോ, കഴിഞ്ഞുപോയ കാലത്തിനേക്കാൾ, കഴിഞ്ഞുപോയ ദിവസത്തിനേക്കാൾ മോശമായ ദിവസങ്ങളല്ലാതെ, കാലമല്ലാതെ നിങ്ങളിലേക്ക് വേറൊരു കാലം, നല്ല കാലം വരാനില്ല. അതുകൊണ്ട് നന്മ നമ്മുടെ ഭാഗത്ത് നിന്ന് നിർവഹിക്കേണ്ടതാണ്. നമ്മളാണ് ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എടുക്കുകയാണ് രണ്ടാമത്തെ ചിന്ത. പുതുവത്സരത്തിന്റെ രണ്ടാമത്തെ ഒരു കാര്യം ഉണർത്താനുള്ളത്, ഹിജ്റ കലണ്ടർ മുസ്ലിമീങ്ങളുടെ കലണ്ടറാ. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് ചോദിച്ചാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് പെട്ടെന്ന് ഇംഗ്ലീഷിൽ സൂര്യവർഷം കണക്കാക്കിയിട്ടുള്ള കലണ്ടറാണ് അത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങളുടെ കലണ്ടറാണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് ആവശ്യങ്ങൾക്കും നമ്മൾ പരിഗണിക്കേണ്ടത് ഹിജ്റ കലണ്ടറാണ്. ഉമ്മമാരെ, ഇതെന്റെ മജ്‌ലിസിൽ വന്നവർ അപ്പയുടെ ആണ്ട് വരുമ്പോ, വീട്ടിലൊരു നിക്കാഹ് നടക്കുമ്പോ, ഒരു പെരതാമസം നടക്കുമ്പോ, ഏത് നല്ല കാര്യങ്ങൾ വരുമ്പോഴും ഇസ്ലാമിക് കലണ്ടർ നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകണം. ഇസ്ലാമിക് കലണ്ടർ, ആ കലണ്ടർ അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഈ ഹിജ്റ വർഷം? ഹിജ്റ വർഷം എന്ന് പറയുന്നത്, ഈ കലണ്ടർ ഉണ്ടാക്കിയതാരാണ്? പ്രിയപ്പെട്ടവരെ, 1447 വർഷമാണല്ലോ ഹിജ്റ വർഷം. ഇത് ഉണ്ടാക്കിയത്, ഹിജ്റ വർഷം ഉണ്ടാക്കിയത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്കും ഇസ്ലാം വ്യാപിച്ചു. മുസ്ലിമീങ്ങളൊക്കെ അഭിപ്രായപ്പെട്ടു, ഒരു കലണ്ടർ
ഒരു കാലക്രമേണ വെച്ചുകൊണ്ട് ഒരു കലണ്ടർ നിശ്ചയിച്ചാൽ നമുക്ക് എളുപ്പമാകും കാര്യങ്ങളെല്ലാം, നമുക്ക് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമാണെന്ന് അഭിപ്രായങ്ങൾ വന്നപ്പോൾ ആ അഭിപ്രായം മാനിച്ചു. ജനങ്ങളുടെ അഭിപ്രായം വെച്ചപ്പോൾ ഓരോ ജനങ്ങളും ഓരോ ആളുകളും പറയാൻ തുടങ്ങി, നബിയുടെ ജനനം മുതൽ നമുക്ക് കലണ്ടറാക്കാം, അല്ലെങ്കിൽ പ്രവാചകത്വം ഉണ്ടായ ദിവസം, അല്ലെങ്കിൽ നബി തങ്ങൾ വഫാത്തായ ദിവസം, ഇങ്ങനെ ഓരോന്നോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജനനമോ വഫാത്തോ പ്രവാചകത്വമോ ഒന്നും എടുക്കാതെ മറിച്ച് അവർ ഹിജ്റ കലണ്ടർ മുഹറം മാസം, അതായത് ഹിജ്റ പോയത് ഹിജ്റ പോയത് നമുക്ക് ഒരു കലണ്ടറിന്റെ തുടക്കമാക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഹിജ്റ പോയ വർഷമാണ് അവർ കലണ്ടറായിട്ട് പ്രഖ്യാപിച്ചത്. ഇതിന് മാസം, ഒന്നാമത്തെ മാസം ഏതാകുമെന്ന് അവർ പ്ലാൻ ചെയ്തപ്പോൾ പലരും പറഞ്ഞു നല്ല മാസം റമദാനല്ലേ, ദുൽഹജ്ജല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു. തങ്ങൾ പറഞ്ഞു യുദ്ധം നിഷിദ്ധമായ മാസവും അതുപോലെ ഹജ്ജ് കഴിഞ്ഞ് ജനങ്ങൾ വരുന്ന മാസവും അത് മുഹറമാണല്ലോ, അതുകൊണ്ട് ഹിജ്റയുടെ തുടക്കം നമുക്കറിയാം. ഹിജ്റ നബി തങ്ങൾ പോയത് റബീഉൽ അവ്വൽ 12-നാണ്. ആ റബീഉൽ അവ്വൽ 12-ന് മുമ്പുള്ളതായ ആ ഹിജ്റയുടെ തുടക്കം റബീഉൽ അവ്വൽ 12-ന് മുമ്പുള്ള ആ റബീഉൽ അവ്വലിന് മുമ്പുള്ള മുഹറം മാസം ഒന്നാമത്തെ മാസമാക്കി കണക്കാക്കിയിട്ടാണ് ഇന്ന് 1447-ാമത്തെ ഹിജ്റ വർഷമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഹിജ്റ കലണ്ടർ നമ്മൾ പാസ്സാക്കണം. ആകട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മുസ്ലിമീങ്ങളാകുമ്പോൾ മുസ്ലിമീങ്ങളുടെ കലണ്ടറിനോട് പ്രതിബദ്ധത വേണം. എല്ലാ വിഷയത്തിലും നമ്മൾ ഹിജ്റ കലണ്ടർ, നിസ്കാരം, നോമ്പ്, പ്രത്യേകിച്ച് പറയാനുള്ള ചെറിയ മക്കൾ പ്രായമൊക്കെ ആകുമ്പോ അവരുടെ കണക്കൊക്കെ പറയാൻ 9 വയസ്സാകാൻ 16 വയസ്സുള്ളപ്പോൾ മെൻസസ് കണ്ടാൽ ആ കുട്ടി പ്രായപൂർത്തിയെത്തി, അത് മെൻസസ് ആണ് എന്നൊക്കെ നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത്രയും ഹിജ്റ കലണ്ടറിന് പ്രാധാന്യമുണ്ട്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. ഇസ്ലാമിക് കലണ്ടർ 354 ദിവസമാണ്. 354 ദിവസമാണ്. ഇംഗ്ലീഷ് കലണ്ടർ ആണെങ്കിലോ 365 ദിവസമാണ്. ഏകദേശം 11 ദിവസം തമ്മിൽ വ്യത്യാസം വരികയാണ്. അപ്പൊ ഒരു 10 വർഷമാകുമ്പോ 111 ദിവസം കണ്ടില്ലേ? അപ്പൊ ആണ്ടുകളോ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നാം നോക്കുമ്പോ ദിവസങ്ങൾ മാറി മാറി വരികയാണ്. അതുകൊണ്ട് ഇനി വരുന്ന എല്ലാ കാര്യങ്ങളും ഈ പുതുവത്സരത്തോടുകൂടി ഇസ്ലാമിസ്റ്റായി, ഇസ്ലാമിക്കായിട്ട് നമ്മുടെ മതമാണ് നമുക്കെല്ലാം എന്ന മൈൻഡിൽ നമ്മൾ ജീവിക്കണം. തൗഫീഖിനൊക്കെ ക്ലാസ് നടത്തുകയാണ്. ഉസ്താദിന്റെ ദീപാണ്. എനിക്കറിയാൻ നാട്ടിൽ പോകണം. എന്തായാലും ഇത് അള്ളാഹു സ്വീകരിക്കട്ടെ. മൂന്നാമത്തെ ഒരു ചിന്ത മുഹറം മാസം നമ്മളിലേക്ക് വരികയാണ്. അതിന്റെ മഹത്വവും കർമ്മവും പറഞ്ഞിട്ട് നമുക്ക് പിരിയാൻ അള്ളാഹു സ്വീകരിക്കുമാകട്ടെ. പ്രിയപ്പെട്ട അമ്മമാരെ, മുഹറത്തിന്റെ മഹത്വം, ധാരാളം മഹത്വം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മുഹറം 10 ക്ലാസ് ഉണ്ടാവുമല്ലോ. ഉസ്താദ് മുഹറം 10-ന്റെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിശദീകരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഷഹറുല്ലാഹ് എന്നാണ് മുഹറം മാസത്തിന്റെ മഹത്വം. മുഹറം മാസത്തിന്റെ മഹത്വം